കേരളം UP ആയി മാറാൻ ഇനി അധികം സമയമൊന്നുമില്ല. ഇന്ന് പാലക്കാട് നടന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സ്വന്തം കുടുംബത്തിന്റെ വിശപ്പടക്കാനായിട്ട് നാടും വീടും വീട്ടുകാരെ എല്ലാം വിട്ട് അന്യനാട്ടിലെ പണിക്ക് വന്ന ഒരു പാവം മനുഷ്യനാണ് തല്ലി ചവിട്ടി കൂട്ടി കൊന്നത് അങ്ങ് UP-ലോ ബീഹാറിലോ ഒന്നും അല്ല, നമ്മുടെ കേരളത്തിലാണ്. കേസെടുത്ത് 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് കാര്യം? ഈ 5 പേരിൽ 4 പേരും BJP RSS പ്രവർത്തകരാണ്. പലരും ഈ വീഡിയോനെ കുറിച്ച് റിയാക്ട് ചെയ്തിട്ടും ഈ ഒരു കാര്യം എടുത്തു പറയാത്തത് ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാട് ഇങ്ങനെയായി മാറുന്നത്. ഛത്തീസ്ഗഡ്കാരനായ രാം നാരായൺ എന്ന പച്ച മനുഷ്യനെ ചവിട്ടി കൂട്ടി എല്ല് നുറുക്കിയാണ് കൊന്നിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത 5 പേരുടെ പേരാണ് അനന്തൻ, അനു, C പ്രസാദ്, മുരളി, K ബിനു. ഒരു മാസം മുമ്പാണ് കേരളത്തിലെ രാം നാരായൺ ജോലി തേടി വരുന്നത്. ബാംഗ്ലാദേശിയാണ്, കള്ളനാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് അടിച്ചതെന്നാണ് ഈ പറയുന്ന കുറ്റവാളികൾ പറയുന്നത്. അഥവാ കള്ളനാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആരാണ് ഒരു മനുഷ്യനെ പച്ചക്ക് തല്ലിക്കൊല്ലാനായിട്ടുള്ള അവകാശം തന്നിട്ടുള്ളത്? ഇതിനൊന്നും ഒരു രീതിയിൽ ന്യായീകരിക്കാൻ പറ്റില്ല. ഇതിൽ ഏറ്റവും സങ്കടം തോന്നണ ഒരു കാര്യം എന്താണെന്നറിയോ? ഒരു പണിയെടുക്കാതെ മൂക്ക് മറ്റേ തിന്നു നടക്കണ ഈ നാറികൾ തല്ലിക്കൊന്നത് പണിയെടുത്ത് അധ്വാനിച്ച് വീട് പോറ്റുന്ന ഒരു പാവത്തിനെയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ വീട് വിട്ട് ജോലിക്കോ പഠിക്കാനോ എവിടെയെങ്കിലും പുറത്തു പോണ സമയത്ത് നമ്മുടെ വീട്ടുകാർ അവര് എത്രത്തോളം നമ്മളെ സങ്കടപ്പെട്ടായിരിക്കും പറഞ്ഞു വിടുന്നത്, എത്രത്തോളം അവരുടെ മനസ്സിൽ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ പല കാര്യങ്ങളുണ്ടാവും. അവിടെ പോയി ഇപ്പൊ ജോലി ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ പോയി നമുക്ക് നമ്മുടെ കുടുംബത്തിനെ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. കുടുംബവും അവനെ പിരിഞ്ഞു നിൽക്കാൻ തയ്യാറാവുന്നത് അവരുടെ പട്ടിണി, അവരുടെ ദാരിദ്ര്യമൊക്കെ കാരണമാണ്. അങ്ങനെ വന്ന് പണിയെടുക്കുന്ന ഒരു മനുഷ്യനെ ഇതുപോലെയുള്ള നരഭോജികൾ കൊന്നിട്ട് ഇനി അവർ പുറത്തിറങ്ങിയാൽ അതൊരിക്കലും മനുഷ്യരായിട്ട് ജനിച്ച ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ആദ്യമായിട്ടല്ല കേരളത്തിൽ സംഭവിക്കുന്നത്. വിശപ്പടക്കാൻ വന്നവനെ തല്ലിക്കൊല്ലുന്ന കേസ് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ 5 പേരെ പോലെയുള്ള ജാതിയും മതവും മനുഷ്യന്റെ രൂപവും കണ്ട് ഒരാളെ വിലയിരുത്തുന്ന നാറികൾ ഇനി പുറം ലോകം കാണരുത്. അത് മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ടത്, ജാതിയുടെ മതത്തിന്റെ പേരിൽ ഇനി ഏതെങ്കിലും നാറി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വോട്ട് ചോദിച്ചു വന്നാൽ ചെരിപ്പൂരി മുഖത്തടിക്കണം. പണ്ടത്തെ രാഷ്ട്രീയത്തിൽ വോട്ട് ചോദിക്കാൻ വരുമ്പോ റോഡ് പണിയണ കാര്യവും വീട് പണിയണ കാര്യവും പാലം പണിയണ കാര്യമാണ് പറയുന്നത്. ഇന്ന് പറയണ എന്താണ്? മതത്തിന്റെ പേരിലാണ് ഇന്ന് വോട്ട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് തോന്നണ്ട ഒരു മാസം തികച്ച് ഈ 5 പേരും ജയിലിൽ കിടക്കുമെന്ന്?